सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्टां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। हृदयकुहरमध्ये केवलं ब्रह्ममात्रं ह्यहमहमिति साक्षादात्मरूपेण भाति। हृदि विषमनसा स्वं छिन्वदा मज्जदा वा पवनचलनरोधादात्मनिष्ठो भवत्वम्। विरहवेदनां कथमहं सहे सन्निधिं तव दर्शयाशु मे। നാലാമത്തെ തരംഗം ആണ് നമ്മൾ വിചാരത്തിലെത്തിയിരിക്കുന്നത്. ഗുരു എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഗുരുവിൻ്റെ സന്നിധിയാണ് പലർക്കും തീർത്ഥം. ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നു, ഗുരു ചരണാംബുജ നിർഭരഭക്തി. ഗുരുവിൻ്റെ ചരണാരവിന്ദത്തിനോടുള്ള ഭക്തി എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ സന്നിധിയിൽ ഇരിക്കലെന്നർത്ഥം. അത് ഓരോ തലം, അവരവരുടെ തലം വച്ചിട്ട് നമുക്ക് ആ സന്നിധിയെ വി ക്യാൻ ഡിഫൈൻ. ഒരു ദ്വൈതഭാവം വിട്ടുപോകാതിരുന്നാൽ ഗുരുവിൻ്റെ പക്കൽ തന്നെ, ആ സന്നിധി വലയിൽ തന്നെ, അല്ലേ, ഒരു ലൊക്കേഷനിൽ തന്നെ ഇരിക്കൽ, അതൊരു വഴക്കം. പലരും ഗുരുവിൻ്റെ ഫോമിനെ കണ്ടിട്ട് അവർക്കൊന്നും വേറെ ചിത്തവൃത്തികളൊന്നുമില്ല, ഗുരുവേ ചിന്ത. ആ ഗുരുവിനെ സേവ ചെയ്യണത് തന്നെ അവരുടെ ഒരു നിയതി, ഇല്ലെങ്കിൽ അവരുടെ ഒരു മാർഗം. ഗുരുവിൻ്റെ തീർത്ഥം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥവും. ഇത് പത്മപാദർക്ക് ആചാര്യസ്വാമികൾ തന്നെ പറയണു, ഏതൊക്കെ പുണ്യക്ഷേത്രത്തിൽ പോയി പാപം കളയാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. പാപം തീരണമെങ്കിൽ ഗുരുസന്നിധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥം എന്ന് പറഞ്ഞു കൊടുത്തു. ആ ഗുരുവിൻ്റെ സന്നിധിയിൽ ചിലപ്പോൾ അബ്സല്യൂട്ട് ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ കൂടെയും അവന് ആ പരമമായ വിദ്യ ചിലപ്പോൾ പ്രകാശിച്ചെന്ന് വരും. അതിന് ഉദാഹരണമാണ് തോടകാചാര്യർ. ഗിരി എന്നു പേര്. സാധാരണ സേവ മാത്രം ചെയ്തുകൊണ്ടിരിക്കണു, പക്ഷെ ഗുരുവിന് ആ ഗിരിയോടുള്ള കാരുണ്യം, ഒരു കരുണ, ആചാര്യസ്വാമികൾക്ക് വന്ന ഒരു കരുണയാണ് ആ ഗിരി തോടകാചാര്യനായത്. എന്ന് വെച്ചാൽ അതൊരു കർപ്പൂരം പോലെ ഇരുന്നു എന്നർത്ഥം. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു വച്ചിരിക്കണം എന്നുള്ള ഭാവമില്ല. അത് തന്നെ വലിയൊരു പ്ലസ് പോയിന്റാണ്. അധ്യാത്മരംഗത്ത് എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ പാരായണം ചെയ്യാൻ അറിയാം, സംസ്കൃത ജ്ഞാനം ഉണ്ട്. ഇതൊക്കെ ഒരു വാസ്തവത്തിൽ നോക്കിയാൽ ഇതൊക്കെ ഒരു മൈനസ് പോയിന്റാണ്. കാരണം ഇതിനെയും താണ്ടി നമ്മൾ വരണം. എങ്ങനെ? ഇതിനങ്ങോട്ട് കളയണം. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഒന്നുമേ അറിയാതിരിക്കൽ. അവനാണ് ഈ അധ്യാത്മ വിദ്യക്ക് കൂടുതൽ എളുപ്പത്തിൽ വരണത്. കാരണം അറിഞ്ഞു വച്ചിരിക്കണ ഈ ലോജിക് ഉണ്ടല്ലോ, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി തരും. ഈ ബുദ്ധി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് അകത്തിരിക്കണ ഒരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും വലിയ അബ്സല്യൂട്ട് വില്ലനാണ് നമ്മുടെ തലയിലിരിക്കണത് ഈ ബുദ്ധി. ഈ ബുദ്ധിയാണ് നമ്മളെ പലതരത്തിലും ചിന്തിപ്പിക്കുന്നത്. ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയാണ്, അത് ശരിയാണ്. മനസ്സ് അതിനൊരു പ്രമാണവും വെച്ചിട്ടുണ്ട്, അല്ലേ? മനസ്സിൻ്റെ ഒരു സ്വരൂപം പ്രമാണമാണ്.
പതഞ്ജലി യോഗസൂത്രത്തില് മനസ്സിന്റെ ഒരു സ്വരൂപം പ്രമാണമാണ്. ആ പ്രമാണത്തിനെ ബേസ് ചെയ്ത് ബുദ്ധി ഇതും അതുമായിട്ട് കണക്ട് ചെയ്ത് ചില നോളജസ് അല്ലെങ്കിൽ ചില ഇൻസ്ട്രക്ഷൻസ് ബുദ്ധി വിൽ ഗീവ്, ബ്രെയിൻ വിൽ ഗീവ് സം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മനസ്സ് എന്ത് ചെയ്യും? ആ ഇൻസ്ട്രക്ഷനെ പാലിക്കും. അധ്യാത്മവിദ്യ എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഈ അധ്യാത്മവിദ്യയിൽ. കാരണം പഠിച്ചവർക്ക്, ഒന്നും പഠിക്കാത്തവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല. കാരണം ആ ഗുരുവിന്റെ കാരുണ്യത്തില്, ആ സന്നിധിയിൽ തന്നെ ചിലപ്പോ ഉള്ളില് ആ ആത്മവസ്തു പ്രകാശിക്കും. അതിന് ഉദാഹരണമാണ് തോടകാചാര്യം. അപ്പോ ഗുരുവിന്റെ സന്നിധി എത്രമാത്രം പവിത്രമാണ് എന്ന് നമ്മൾ നോക്കണം. ആ ഗുരുവിന്റെ സന്നിധി വിൽ ക്ലീൻസ് അവർ ഡർട്ടി അജ്ഞാനാസ്. ഇറ്റ് ക്ലീൻസ് അവർ അജ്ഞാനത്തിനെ ഇല്ലാതാക്കും. മായാമലം, ആണവമലം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരു ഭാവം, അവസാനത്തെ അഹങ്കാരം എന്ന ഭാവം. ഈ അഹങ്കാരം എന്ന ഭാവത്തിനെയും അങ്ങോട്ട് കളഞ്ഞ് നമ്മളെ നിർമ്മലമാക്കി മാറ്റണു. അതിന് നമുക്ക് എക്സ്റ്റേണലി ഒരു വിദ്യയുടെയും ആവശ്യമില്ല. സാ വിദ്യായാ വിമുക്തയെ, ഏതൊരു വിദ്യയാണോ നമ്മളെ മുക്തനാക്കണത്, ആ വിദ്യ തൻ്റെ സ്വരൂപമാണ്, തൻ്റെ ഹൃദയമാണ്, തൻ്റെ അന്തര്യാമിയാണ്. ആ വിദ്യക്ക് നമ്മളെ വഴികാട്ടിയത് ആരാണോ ആ ഗുരുവാണ് നമ്മുടെ സന്നിധി. ആ ഗുരുവിന്റെ സന്നിധി അധികാരമനുസരിച്ച് നമുക്ക് എടുക്കാം. ഗുരുവിനെ ഹൃദയത്തിൽ ആവാഹിച്ചവർക്ക് ഗുരുവിന്റെ സന്നിധി ഹൃദയത്തിലാണ്. ഭാതി ഹൃത്സ്ഥലേ നമ്മൾ ആദ്യം കണ്ടു. ഹൃദയത്തിലാണ് ഗുരു പ്രകാശിക്കുന്നത്. അല്ലെങ്കിൽ വെളിയിൽ ഒരു ഗുരു നമ്മളെ ഹൃദയത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. രണ്ടാണെങ്കിലും ഹൃദയത്തിൽ ആ പ്രകാശം വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വെളിയിൽ നിന്ന ഗുരുവും ഈ വെളിയിൽ കണ്ട ലോകവും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ അടക്കമായിട്ടിരിക്കണം. തപസാചീയത്തെ ബ്രഹ്മ തതോ അന്നമഭിജായത്തെ അന്നാത് പ്രാണോ മനസ്സത്യം ലോകാ കർമ്മസു ചാമൃതം യസ് സർവജ്ഞഃ സർവവിദ്യസ്യ ജ്ഞാനമയം തപഃ തസ്മാദേതത് ബ്രഹ്മ നാമരൂപം അന്നം ച ജായത്തെ. ഉപനിഷത്തെ പറയണു ആ ഒരു ബ്രഹ്മമാണ് നാമരൂപമൊക്കെ ആയിട്ട് മാറണത്. അതേ നാമരൂപത്തിലുള്ള ഗുരു തന്നെയാണ് ബ്രഹ്മരൂപത്തില് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് ആ ഗുരു ഹൃദയത്തിൽ അടക്കമായി വരണം. ഇവിടെ പറയാണ് വിരഹവേദനാം കഥമഹം സഹേ. ആ ഗുരുവിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ ഒരു വിരഹവേദന എന്ന് പറഞ്ഞാൽ എന്താ? ഭയം. വിരഹത്തിന്റെ മൂലം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഭയമാണ്, അല്ലേ? ഒരു ജീവൻ അതീവ ഭയം. മരണത്തിനെ മുഖമായിട്ട് നോക്കുമ്പോൾ, സഫറിങ്ങിനെ മുന്നിൽ കാണുമ്പോൾ ഭയന്ന് പോയിട്ട് ഇതിനൊരു രക്ഷ നേടണം എന്ന് പറഞ്ഞിട്ട് ബലവത്തായ ഒന്നിന്റെ പിന്നിൽ പോകും. അപ്പൊ ആദ്യമൊക്കെ എവിടെ പോകുന്ന വെച്ചാൽ ഈ കാണപ്പെടുന്ന വേൾഡില് എന്തൊക്കെ ബലവത്താണോ അതിനെയൊക്കെ ആശ്രയിച്ച് നോക്കും. പക്ഷേ അതിനൊരിക്കലും സമ്പൂർണമായിട്ടുള്ള പരിഹാരം തരാൻ സാധ്യമല്ല. അങ്ങനെ അവൻ വാസ്തവത്തിലെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഗുരുവിന്റെ സന്നിധിയിൽ പോകണം. ഇതൊരു വഴക്ക്. ഈ വിരഹം എന്ന് പറയുന്നത് ഒരു ഭയമാണ്. ഈ ഭയം നമുക്ക് എക്സ്റ്റേണലി എന്തെങ്കിലും കിട്ടിയാലുണ്ടല്ലോ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് പോവോന്നൊരു ഭയം, ഇത് പോവോന്നൊരു ഭയം. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് എപ്പോൾ എനിക്ക് കിട്ടും എന്നൊരു ഭയം. ഈ ഭയം വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഭയവും മനസ്സിന്റെ ഒരു സ്വരൂപമാണ്, അല്ലേ? ഈ വിരഹവേദന എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ, എനിക്ക് ഇന്നലെ വരെ സുഖം തന്നുകൊണ്ടിരുന്ന ഒരു പൊരുൾ ഇന്നില്ല. അത് ചിലപ്പോൾ ആ ഒബ്ജക്റ്റ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ കൂടെയും തോന്നാം, അല്ലേ? ചിലരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും സന്തോഷം വരെയില്ല. കാരണം ഇതൊക്കെ നഷ്ടമാവുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് ഒന്നുമില്ലെങ്കിലും അവർ പറയും 100 കാര്യങ്ങൾ, കാരണം വീടേ ഇല്ല, ഇനി വീട് വെക്കണം, അത് വെക്കണം, ഇങ്ങനെ മനസ്സിൽ ഒരു വീട് കെട്ടിക്കൊണ്ടേയിരിക്കും. ഉള്ളവന് വിടാൻ പേടി, ഇല്ലാത്തവന് വാസ്തവത്തിൽ ഉള്ളവനെ പോലെ തന്നെയാണ്. കാരണം
അവന് ബാഹ്യമായിട്ടില്ല, അവൻ്റെ ആന്തരംഗത്തിൽ, അല്ലേ, അവൻ്റെ മനസ്സിൽ അവൻ എന്തൊക്കെയോ കെട്ടിപ്പടുത്തു വച്ചിരിക്കണു. അതെല്ലാം അവന് പ്രതിബന്ധമായിട്ട് തീരുന്നു. അപ്പോ ഉള്ളപ്പോഴും ആ വിരഹവേദനയുണ്ട്. ആ വിരഹവേദനയ്ക്ക് ഒരു പേര് ഭയം എന്നാണ്. എന്ന് വെച്ചാൽ നഷ്ടമാവുമെന്നൊരു പേര്, പേടി. ഇപ്പൊ കൃഷ്ണന്റെ അടുത്തൊക്കെ മീര പറഞ്ഞിട്ടുണ്ട്, വിരഹവ്യത എന്നൊക്കെ പാടിയിട്ടുണ്ട്. അരുണാചല അക്ഷരമണമാലയില് രമണ മഹർഷി തന്നെ പാടുന്നു, എനൈ അഴിത്തിപ്പോതെനൈ കലവാവിടിൽ ഇതുവോ ആൺമൈ അരുണാചല. എന്നെ ഇപ്പൊ വിളിച്ചിവിടെ വരുത്തിയിട്ട് എനൈ കലവാവിടിൽ, എന്നോട് ചേരാതിരുന്നാൽ ഇതുവോ ആൺമൈ അരുണാചല, ഇതാണോ നിന്റെ പൗരുഷം എന്ന് ഭഗവാനോട് ചോദിക്കണം. കാരണം ഒരു പതി പത്നി പോലെ, ഇവിടെ പത്നി ഭാവം അല്ലെങ്കിൽ ഒരു കാമുകി ഭാവത്തിൽ രമണ മഹർഷിയും കാമുകൻ ഭാവത്തിൽ അരുണാചലേശ്വരനെയും ചിത്രീകരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ഇവിടെ ശക്തിയിൽ പിടിച്ചു കൊണ്ടുവന്നു, എന്നിട്ടിപ്പോൾ എൻ്റെ അടുത്ത് ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതുവോ ആൺമൈ അരുണാചല, ഇതാണോ നിന്റെ പൗരുഷം, അല്ലേ? അപ്പൊ അതുപോലെ ഇതാണ് വിരഹം. എപ്പോൾ വിരഹം വരണമെന്ന് പറഞ്ഞാൽ വെളിയിൽ ഒരു എക്സ്റ്റേണൽ, ഒരു പ്രത്യക്ഷ രൂപത്തിൽ കണ്ടാൽ, ഭഗവാൻ എവിടെയോ പ്രത്യക്ഷപ്പെട്ടു എന്ന് വെച്ചോളാം, ഈ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് കൂടെയും നമുക്ക് പൂർണ്ണമായിട്ടൊരു ആനന്ദം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇത് എപ്പം നഷ്ടമാവും നമ്മൾ പേടിച്ചിരിക്കും. ഇപ്പോൾ വീട്ടിലൊക്കെ പണ്ട് കുട്ടിക്കാലത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെയോ അല്ലെങ്കിൽ നമ്മളെ ബന്ധുജനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിപ്പോൾ പോവരുതേ എന്ന് തോന്നുന്നു, നാളെ പോവാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഞാൻ കുട്ടിനാളെ തൊട്ട് എൻ്റെ ഒരു വീക്ക്നെസ് അങ്ങനെയാണ്, നാളെ പോവാം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എൻ്റെ ബന്ധുജനങ്ങൾ കുട്ടികളൊക്കെ വന്നാൽ നാളെ പോവാം, നാളെ കഴിയുമ്പോൾ നാളെ പോവാം, ഒരു വിഷമം വരും. കാരണം എക്സ്റ്റേണലി വി ആർ സീയിങ് സംതിങ്, അല്ലേ? അപ്പോൾ അത് നഷ്ടമാവണമെന്നൊരു തോന്നൽ വരുന്നു, വിരഹം. അതുപോലെ ഈ ഗുരുവിൻ്റെ അടുത്ത് ഒരു വിരഹവേദനാം കഥമഹം സഹേ, ഞാൻ എങ്ങനെയായി വിരഹവേദന, ഹൗ ടു ടോളറേറ്റ് ദിസ് വിരഹവേദന, ഇതെല്ലാം നഷ്ടമായാൽ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഇരിക്കും, അല്ലേ? ആ ഗുരുസന്നിധി പോയാൽ സന്നിധിയിൽ ഇരിക്കണ വരയ്ക്കും നമുക്ക് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, നല്ല എനർജൈസ് ആയിട്ടിരിക്കണു. ആ സന്നിധി വിട്ട് അങ്ങോട്ട് മാറണ സമയത്ത് നമ്മളെ എനർജിയൊക്കെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കണം, അല്ലേ? എത്ര നമ്മൾ സ്വീകരിച്ചോ അതെല്ലാം പോയിക്കൊണ്ടേയിരുന്നു. സുന്ദരേശ അയ്യർ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു അടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭഗവാന്റെ കൂടെ ഇരുന്നിട്ട് ഒന്നും അനുഭവം വരണില്ല, ഏതോ ഒരു അനുഭവം ഒന്നും വരണില്ല. ഭഗവാൻ പറയണത്ര ഞാൻ അത്ര യോഗ്യനൊന്നും അല്ല, അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലും വേദാന്തമോ എന്തെങ്കിലും സിദ്ധാന്തമോ ഒക്കെ പഠിച്ചിട്ട് വരാം, ഇനി ആ അനുഭവത്തോടു കൂടി അല്ലാതെ ഭഗവാന്റെ അടുത്ത് വരില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് ഇദ്ദേഹം ഭഗവാനോടൊക്കെ പറഞ്ഞു പോയി. ഭഗവാൻ ഒരുപാട് പറഞ്ഞു, കേട്ടില്ല. അദ്ദേഹം പോയിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് എവിടെയൊക്കെ പോയാലും ഈ ശാന്തി വരണില്ല. പക്ഷെ ഭഗവാനോടുണ്ടായിരുന്നപ്പോൾ ഉള്ള ശാന്തി കൂടെയില്ല. എന്തോ നഷ്ടമായ ഒരു ഫീലിംഗ്, എന്തോ ഒരു വിരഹ താപം. ഇത് സഹിക്കവയ്യാതെ ഇദ്ദേഹം തിരിച്ചു മലയുടെ മേളിൽ കയറി ആ സ്കന്ധാശ്രമത്തിലോ വിരൂപാക്ഷ ഗുഹയിലോ വരണ സമയത്ത് വാതിൽക്കല്ല് ഭഗവാൻ നിന്നിട്ട് സുന്ദരേശ വാ, സുന്ദരേശ വാ. ഭഗവാൻ പറഞ്ഞു, ഇന്നേക്ക് 100 നാളായിരിക്കും, ഇന്ന് 100 ദിവസമായി. നോക്കൂ, ഗുരുവിൻ്റെ കാരുണ്യമാണത്. ഇന്ന് 100 ദിവസമായി ഇവിടുന്ന് പോയിട്ട്. നോക്കൂ, ആ ശിഷ്യൻ കൂടെ എണ്ണീട്ടില്ല. ഗുരുവിൻ്റെ കരുതൽ, അല്ലേ? നോക്കിയേ കരുതിമൈ താക്കിയേ പക്വം ആക്കിണി ആണ്ടരുൾ അരുണാചല. നോക്കി ആ ചക്ഷുസ് ദീക്ഷ, ദീക്ഷാമേം ദിശ ചാക്ഷുഷി, ആ കണ്ണുകൊണ്ടുള്ള ആ ദീക്ഷ ഉണ്ടല്ലോ, ആ നോക്കിയേ. അവനെ എങ്ങനെ നോക്കണം? ഈ കണ്ണുകൊണ്ട് കണ്ടാൽ പോരാ, ആത്മാവാകുന്ന ഉപനിഷത്താകുന്ന ചക്ഷു കൊണ്ട് നോക്കുകയാണ്. അല്ലേ പറയണു, 100 ദിവസമായി എന്നെ കിടച്ചത്. ഒന്നുമേ കിടക്കല്ലേ ഭഗവാനെ, ഒന്നും കിട്ടിയില്ല ഭഗവാനെ പറഞ്ഞു അത്ര. അപ്പോ ഏതോ ഒന്ന് നഷ്ടമാവണം, അല്ലേ? ഗുരുവിന്റെ സന്നിധിയിൽ നിന്ന് മാറുമ്പോൾ ഏതോ ഒന്ന് നഷ്ടമാവണം. കാരണം എന്താ? വി ആർ ഫൈൻഡിങ് എക്സ്റ്റേണലി. അപ്പൊ കഥമഹം സഹേ, ഞാൻ എങ്ങനെയാ സഹിക്കേണ്ടത്? അർജുനനും പറഞ്ഞു, എങ്ങനെയാ ഞാൻ സഹിക്കേണ്ടത് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞു, നീ വലിയ ഭക്തിയൊന്നും കാണിക്കണ്ട,
അല്ലെങ്കിൽ നീ എക്സ്റ്റേണലി എന്തെങ്കിലും പിടിച്ചു വെക്കാനൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞു തരാം, അതിനെ നീ പ്രാവർത്തികമാക്കി നോക്കൂ, അല്ലെങ്കിൽ അതിനെ നീ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കൂ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ സർവഭൂതങ്ങളിലും. നോക്കൂ, ഗുരുവിനെ നമ്മൾ സർവഭൂതങ്ങളായിട്ട് കണ്ട എവ്രിതിങ് ഈസ് ഗുരു അല്ലേ? സത്യകാമനെ നോക്കൂ, ഒരു പശു ഗുരുവായി, ഒരു ഹംസം ഗുരുവായി, ചെടികള് വനങ്ങള് ഒക്കെ ഗുരുവായി. രമണ ഭഗവാനെ നോക്കൂ, ഒരു മലയാണ് ഗുരു. ബാഹ്യമായിട്ട് നമ്മളൊക്കെ നോക്കിയ വെറും ഒരു മല. അറിവരും ഗിരിയനൈ അമർത്തരും അമ്മാ അതിശയം അതിൻ ശയിൽ അറിവിതിലാർക്കും. അറിവത് ശിരുവയതു മുതൽ അരുണാചലം മികപെരുതന് അറിവിനിലങ്ക അരികിനിൽ ഈർത്ത് എൻ മദീനെ മരുട്ടി അരികിനിൽ ഈർത്ത് അമയമിത അചലമാ കണ്ടേൻ. ആ മല അചലമായിട്ട് നിൽക്കുന്ന ഒരു മല തന്നെ ഉപദേശിച്ചു. എന്തുകൊണ്ടാ അല്ലേ? സർവഭൂതങ്ങളിലും കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി. സർവഭൂതത്തിലും ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഹൃദയത്തിലിരിക്കുന്നു. സ്വസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഈ ശാശ്വതമായ സ്ഥാനത്തെയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അഭയത്തെയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഭയം ഈ വിരഹമാണ്. ഈ വിരഹം അങ്ങോട്ട് മാറിയാൽ പിന്നെ എന്തുണ്ട്? അഭയം. എപ്പോഴാണോ ഈ അഭയത്തെ വരണതില്ലേ, അച്ഛനും അമ്മയൊക്കെ അടുത്ത് കിടക്കുമ്പോൾ ഭയമില്ല. കുറച്ചങ്ങോട്ട് മാറിയാൽ ഭയം വരണം. എന്തുകൊണ്ടാ? വിരഹം. ദാറ്റ് വിരഹം വിൽ ക്രിയേറ്റ് ഭയം. എങ്ങനെയാ ഞാനത് സഹിക്കുക? സന്നിധിം തവ ദർശയാശുമേ. യു ഹാവ് ടു റിവീൽ that sanniti, that presence. ഇപ്പോ at presently എനിക്ക് നിങ്ങൾ ആ പ്രസൻസ് തരണം എന്ന് പറഞ്ഞു. അത്രയും അഭയം അല്ലേ? അഭയമാണ് വാസ്തവത്തിലെ ആത്മസ്വരൂപം. ആത്മാവിനെ കണ്ടവർക്ക് ഭയമില്ല. അഭയം വൈ ജനകപ്രാപ്തോസി അല്ലേ? ജനകൻ ഭയത്തെ വിട്ടൊരു നിലയടഞ്ഞു എന്ന് വെച്ചാൽ അഭയത്തിലിരുന്നു എന്നാണ് യാജ്ഞവൽക്യനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ വേറെ ഏതോ ഒരു അനുഭൂതിയൊന്നുമല്ല. വെറും ഒരു അനുഭൂതി വന്നാൽ കൂടെയും അത് കുറച്ചു നേരത്തേക്ക് വന്നിട്ട് പോയാൽ നമുക്ക് ഭയം വരും. അയ്യോ, ഇതുപോലെ വരണില്ലല്ലോ. വി ആർ വേവറിങ് അല്ലെ? മനസ്സ് ചഞ്ചലമായിക്കൊണ്ടിരിക്കും. ചഞ്ചലം ഹി മന കൃഷ്ണ. അത് വന്നുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ സാക്ഷി മാത്രമാക്കിയിട്ട് ഇരിക്കാം. ഇതെല്ലാം വന്നോട്ടെ, പൊക്കോട്ടെ. എത്ര വേവ് വരണു, എത്ര സുനാമി വരണു. കടല് നിശ്ചലമായിട്ടിരിക്കുന്നത് പോലെ, അതങ്ങനെ തന്നെ ഇരിക്കുന്നത് പോലെ എന്തൊക്കെ വേവ് വന്നോട്ടെ, അതിനൊരു മാറ്റവും ഇല്ല. ഇനി എത്രയൊക്കെ പുഴ ഒഴുകി വരട്ടെ, കടലിന് ഒരു മാറ്റവും ഇല്ല. നിറഞ്ഞ് കവിയലോ ഒന്നും നമ്മൾ കാണണേ ഇല്ല. എത്ര പുഴ വന്ന് ഒഴുകി വന്നാലും, എത്ര വെള്ളപ്പൊക്കം ഒഴുകി വന്നാലും അത് നിശ്ചലമായിട്ടിരിക്കണോ, അതുപോലെ നമ്മൾ ഇരിക്കലാണ് അഭയം. ഭയമേ ഇല്ല. ഒന്നിനെ കൊണ്ടും ഭയമില്ല. ഒരു ജീവജാലങ്ങളെടുത്തും ഭയമില്ല. കാരണം എല്ലാം എൻ്റെ സ്വരൂപം തന്നെയാണ്. ഏതോ രൂപത്തിൽ വരണോ, അത്രേ ഉള്ളൂ. ഏതോ രൂപത്തിൽ നമ്മളെ കാണണു അല്ലേ? ഫാൻ കറങ്ങണു, AC വർക്കാവണു, ലൈറ്റ് കത്തണു, എല്ലാം ഓരോരോ രൂപം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു കറണ്ട് അല്ലേ? ആ കറണ്ട് പോലെ എല്ലാവരുടെ ഉള്ളിലും ആ കറണ്ട്, ആ ഒരു 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 ചിത്ത്, ഒരു ബോധം, അത് വാസ്തവത്തിൽ നമ്മൾ ആരാഞ്ഞ് നോക്കിയാൽ അത് നമ്മുടെ തന്നെ സ്വരൂപമാണ്. അതേതോ ഒരു രൂപം എടുത്തു വരണു വെളിയിൽ, എക്സ്റ്റേണൽ ഗുരു കൂടെയും. പക്ഷേ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്താൽ നമുക്ക് അഭയം. തൻ്റെ ഉള്ളിലെ ഭയമാണ് വെളിയിൽ ഒരു ഗുരുവിനെ മാനിഫെസ്റ്റ് ആക്കണത്. ആലോചിച്ച് നോക്കിയ സൂക്ഷ്മം അതാണ്. ഭയമില്ലാത്തവന് ഗുരു ഒന്നും വേണ്ട. അവൻ ഏതിനെയൊക്കെയോ ആശ്രയിക്കണം. കമ്പ്യൂട്ടറിനെ ആശ്രയിക്കണു, ഇന്റർനെറ്റിനെ ആശ്രയിക്കണു, അവൻ വെളിയിൽ ഏതോ എക്സ്റ്റേണൽ തിങ്സിനെയൊക്കെ ആശ്രയിക്കണു. എപ്പോ അതൊക്കെ കൈവിടുമോ അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഫോം മാനിഫെസ്റ്റ് ആയി, ഈ ഒരു ഫോമാണ് തന്നെ രക്ഷിക്കാൻ പോണത് എന്ന് തോന്നുന്നു അല്ലെ? മാണിക്യവാചകർ സ്വാമിക്ക് ഈ ഒരു കലഹത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു സംസാര ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഇരിക്കണല്ലോ, ഇതിൽ നിന്നൊരു രക്ഷ വേണം തീരുമാനിച്ചപ്പോൾ വെളിയിൽ ഒരു കൗബീനധാര
കൗബീനമാത്രധാരിയായിട്ട് ഒരു യോഗിയെ കണ്ടപ്പോൾ ഹി റെക്കഗ്നൈസ് ഇറ്റ്, ദിസ് ഈസ് മൈ ഗുരു. അത് എവിടെ നിന്ന് വന്നു? ഉള്ളിൽ ആ ഭയം വെളിയിൽ ഒരു അഭയത്തെ കാണിച്ചു കൊടുത്തു. എപ്പോൾ നമ്മൾ ഭയത്തെ കാണണോ, വി ക്യാൻ ഫൈൻഡ് അഭയം ഔട്ട്സൈഡ്. ഇല്ലാതെ ആദ്യമേ ഒരു അഭയം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഭയം വരണം ഫസ്റ്റ്, അതൊരു വലിയ ക്വാളിറ്റി. ഭയം എങ്ങോട്ട് വരണം, ഇതാണ് നമ്മൾ വേണ്ടതല്ലേ. ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടണം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടണേ ഇല്ല. ഏതോ മലയുടെ മുകളിൽ നിന്ന് ചാടണോ, വാസ്തവത്തിൽ ആലോചിച്ച് നോക്കുന്നത് ഭയപ്പെടേണ്ടതല്ലേ. ഒരു ഭയമില്ല. ഏതോ ഒരു ലളിതാ സഹസ്രനാമമോ മറ്റോ മക്കൾ വായിച്ചുകൊണ്ടിരുന്ന ഉള്ളിൽ അച്ഛനമ്മയ്ക്ക് ഭയം. ഏതോ സപ്താഹത്തിനോ സദ്ഗുരുവിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയം. രാവിലെ എണീറ്റ് അനുഷ്ഠാനമൊന്നും പക്കയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭയം. എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് പറയും അല്ലേ. അപ്പൊ വാസ്തവത്തിൽ എന്തിനെ ഓർത്തു ഭയപ്പെടണോ അതിനെ ഓർത്തു ഭയമില്ല, എന്തിനെ ഓർത്തു ഭയക്കണമോ അതിന് ഭയമേ ഇല്ല അല്ലെ. എന്തൊക്കെ വിഷം. ഫോൺ ഭയമേ ഇല്ല, കുട്ടികൾക്ക് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. എത്രമാത്രം നമ്മുടെ ബുദ്ധിയെ ഇല്ലാതാക്കണതും നമ്മുടെ പലതരത്തിലുള്ള എല്ലാ സെൽസിനെയും വീക്കാക്കണതായിട്ടുള്ള ഈ മൊബൈൽ ഫോണിനെ എടുത്ത് കൊടുക്കുന്നു. എന്നാ അറിഞ്ഞുകൊണ്ട് കൊടുക്കണം. അറിയില്ലാത്തതൊന്നുമല്ല, ഇത് പ്രോബ്ലം ആണെന്നൊക്കെ അറിയാം. തത്കാല ശാന്തിക്ക് നമ്മൾ കൊടുക്കുന്നതെല്ലാം നാളത്തെ വലിയൊരു ദുഃഖമാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഇനി വരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഈ മൊബൈലിനെ ഒരു കുട്ടിയിൽ നിന്ന് സർജറി ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് സർജറി ചെയ്ത് ഒട്ടിപ്പോയി. അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറി. നോക്കൂ, ഇപ്പോൾ എവിടെയൊക്കെ പോയാൽ നോക്കി ഫോൺ കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എല്ലാവരും. എവ്രിബഡി. ബാത്റൂമിൽ പോലും, ഈവൻ ബാത്റൂമിൽ പോലും ഈ ഫോൺ കൊണ്ടാ പോണത്. ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. നമുക്ക് വിടാൻ വയ്യ അല്ലേ. എന്താന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്തതിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കും, ആവശ്യമുള്ളതിനെ ഓർത്ത് ദുഃഖിക്കണില്ല. അപ്പൊ ഭയത്തിനെ കൂടെയും ഒരിടത്ത് പ്ലേസ് ചെയ്യണം നമ്മൾ. മരണത്തിനെ ഓർക്കുമ്പോൾ ഭയം വരണം. മരണോന്മുഖമാകുമ്പോൾ ഭയം വരണം. ആ ഭയം വന്നാലുണ്ടല്ലോ, അഭയം നമ്മൾ തേടും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അഭയം വെളിയിൽ മാനിഫെസ്റ്റ് ആവും. ഇതാണ് വാസ്തവത്തിലെ തത്വം. ആ പൊരുൾ നമ്മുടെ ഉള്ളിൽ പോയി അന്തര്യാമിയായിട്ടിരിക്കും. ഭാതിഹൃത്സ്ഥലേ യോ അന്തഃപ്രവിശ്യ മമവാചം ഇമാം പ്രസുക്ത സഞ്ജീവയത്യഖില ശക്തിധരസ്ത്വധാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ പൊരുൾ തന്നെയാണ് വെളിയിൽ പോണത്. ആ പൊരുൾ തന്നെയാണ് അന്തഃപ്രവിശ്യം ചെയ്യണത്. ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മളെ വാക്കിനെ ഒക്കെ നിയന്ത്രിക്കണത്. വാക്കുരൂപത്തിൽ വരണതൊക്കെ അതാണ്. അപ്പോ അഭയമാണ് നമുക്ക് വേണ്ടത്. ആ അഭയം എന്താണെന്ന് വെച്ചാൽ സന്നിധി, the present moment. ആ പ്രസന്റ് മൊമെന്റിലാണ് നമുക്ക് അഭയം ഇരിക്കുന്നത്. പക്ഷെ വി ആർ നോട്ട് റെക്കഗ്നൈസിങ് ദാറ്റ് പ്രസന്റ് മൊമെന്റ്. വി ആർ ഓൾ ലിവിങ് ഇൻ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. നമ്മളെല്ലാവരും പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ് ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കും. പാസ്റ്റിൽ മനസ്സിലെ ഒരു വേദന കൂടെയും പ്രസന്റിൽ ഒരു പോയിന്റിൽ തൊട്ടാൽ അത് പാസ്റ്റായി. നമ്മളെന്താണ് അതിനെ എടുത്ത് വച്ചിട്ട് ദുഃഖിച്ചു കൊണ്ടേയിരിക്കണം. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഭഗവാനെ വളരെയധികം വിഷമം, ഏതോ ഒരു ഇൻസിഡന്റ് എൻ്റെ ഉള്ളിൽ വന്നു. പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെയധികം വിഷമം. എപ്പോൾ വന്നു എന്ന് ചോദിച്ചു. ഇന്നലെ രാവിലെ 9:30 വന്നു. ഇന്നലെ രാവിലെ 9:30 വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇന്നലെ രാവിലെ 9:30 വന്നത് അത് ഏൻ നീ ഇപ്പവും തൂക്കിണ്ടിരിക്കും, അതിനെന്തിനാ നീ ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കണത്? നമുക്ക് വാസ്തവത്തിൽ പ്രോബ്ലം നമ്മളേതാണ്. ഏതെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ പിടിച്ചു വെച്ചിരിക്കും. പ്രസന്റിനെ നമ്മൾ വിട്ടുപോകണം. പക്ഷെ പ്രസന്റ് ഈസ് ദെയർ. എപ്പോ ആ പ്രസന്റിനെ നമ്മൾ തൊട്ട് പ്രസന്റ് ആയിട്ടിരിക്കണോ, ഏതൊക്കെയോ ഒരു സ്ക്രീനിൽ എന്തൊക്കെയോ സീൻസ് നടന്നുകൊണ്ടിരിക്കണോ, സ്ക്രീനിനെ ബാധിക്കാത്തതുപോലെ നമ്മൾ ആ സ്ക്രീൻ ആയിട്ടിരിക്കും, പ്രസന്റ് ആയിട്ടിരിക്കും, പ്ലസന്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഗുരു ആ പ്രസന്റ് സിറ്റുവേഷനെയാണ് കാണിച്ചു തരണത്. എന്നിട്ട് ഗുരു ആ പ്രസന്റിൽ വന്നിരിക്കും, പ്ലസന്റ് ആയിട്ടിരിക്കും. ദാറ്റ് സന്നിധി, സന്നിധിം തവ ദർശയാശുമേ.
എനിക്ക് അതിപ്പോൾ യു ഹാവ് ടു റിവീൽ ഇറ്റ്, എനിക്കിപ്പോൾ കാണിച്ചു തരണം. അല്ലേ, രാമകൃഷ്ണദേവന്റെ അടുത്ത് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു, എനിക്കിപ്പോൾ ഭഗവാനെ കാണണം, എനിക്ക് കാണിച്ചു തരൂ. നിങ്ങൾ ഭഗവാനെ കണ്ടിട്ടുണ്ടോ? ദേവിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, നിന്നെക്കാളും വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്, കാണിച്ചു തരണം, നീ തന്നെ കണ്ടുപിടിക്കണം. ഇതോ കാണിച്ചു കൊടുത്തതുപോലെയൊക്കെ കഥയുണ്ട്. ഇപ്പോൾ അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് ഏതോ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി എനിക്ക് ഭഗവാനെ കാണിച്ചു തരുമെന്ന് പറയും. നോക്കൂ, എന്ത് എളുപ്പമല്ലേ. പലതരത്തിൽ 2 തത്വമാണ് രമണ ഭഗവാൻ പറയുന്നത്, മാർജാര കിശോര തത്വം, മർക്കട കിശോര തത്വം. ഗുരുവിൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കണം എന്ന്. ഒന്ന് മാർജാര കിശോര തത്വം. മാർജാരം എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ കൊച്ചുങ്ങളെയൊക്കെ പൂച്ച കടിച്ചെടുത്തോണ്ട് പോകും. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് പോകുമ്പോൾ കടിച്ചെടുത്തിട്ട് പോകും. മർക്കട കിശോര തത്വം. മർക്കട കിശോര തത്വം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മർക്കടന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്, കുരങ്ങന്മാരൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കും അത്ര. അമ്മ ഫ്രീ ആയിട്ട് നടക്കും, വ്യവഹാരം ചെയ്യും, മരത്തിൻ്റെ മേലെ കയറും. അപ്പോൾ ഒരു ഭക്തൻ ഭഗവാനോട് പറയണം, ഭഗവാനെ എനിക്ക് മാർജാര കിശോര തത്വം പോതും, ഭഗവാനെ എനിക്ക് മാർജാര കിശോര തത്വം മതി. എന്ന് വെച്ചാൽ എന്നെ കടിച്ചെടുത്ത് ഭഗവാൻ എവിടെയെങ്കിലുമൊക്കെ പോകണം. മർക്കട കിശോര തത്വം വേണ്ടാം ഭഗവാൻ, ரொம்ப കഷ്ടം ഇല്ല, അത് വലിയ കഷ്ടം. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, ഓ ரொம்ப എലിശാ ഇരിക്കേ, നല്ല എളുപ്പമുണ്ടല്ലോ ചോദിച്ചത്ര. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, നീ ആദ്യം മർക്കട കിശോര തത്വം പ്രയോഗിക്കൂ, മാർജാര കിശോര തത്വം ഞാൻ എടുക്കാം. ഫസ്റ്റ് യു ഹാവ് ടു പെർഫോം ദാറ്റ് മർക്കട കിശോര തത്വം. ആദ്യം നീ ഗുരുവിനെ സ്ട്രോങ്ലി പിടിക്കാം. ദെൻ ഓൺലി ഗുരു വിൽ ഹോൾഡ് യു. നിന്റെ ആ പിടി വിട്ടാലും ഒരു പിടി പിന്നാലെ ഇരിക്കും. ആ പിടിയിൽ നിന്ന് വിട്ടുപോയാലും, അല്ലേ, സുന്ദരമൂർത്തി പറഞ്ഞു, ഭഗവാനെ ഭൂമിയിൽ പോയാൽ ഞാൻ മറന്നു പോകും അങ്ങേ. ഭഗവാൻ പറഞ്ഞു, മറന്നു പോകും, ഒരു സംശയമില്ല. പക്ഷെ ഞാൻ മറന്നാലും അങ്ങ് മറക്കാതിരിക്കണം. ഞാൻ അങ്ങയെ മറന്നു പോയാലും അങ്ങ് എന്നെ മറക്കാതെ വരണം. ദാറ്റ് ഈസ് ഭക്തി. ദാറ്റ് ഈസ് മാർജാര കിശോര തത്വം. ഗുരു നമ്മളെ പിടിച്ച് കരകയറ്റും. ആ സന്നിധി തന്നെയാണ് അഭയം. രമണ മഹർഷിയുടെ അടുത്ത് അവസാന കാലത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ്ലി കാണാനോ സംസാരിക്കാനോ ഒന്നും അനുവാദമല്ല. ക്യൂവിൽ ഇങ്ങനെ പോവാണ്. മഹാനിർവാണത്തിന് ഒരു 4-5 ദിവസം മുമ്പ് എന്തോ. അപ്പോൾ ഒരു ആന്ധ്രയുടെ ഭക്തൻ എന്തോ എഴുതിയിട്ട് അങ്ങോട്ട് ഇട്ടു ഭഗവാന്റെ അടുത്ത്. ഭഗവാന്റെ അടുത്ത് നോക്കിയപ്പോൾ അഭയം 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 എന്ന് ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ എനിക്ക് അഭയം തരൂ. ഭഗവാൻ പറഞ്ഞു, ദത്തം ദത്തം, തന്നിരിക്കുന്നു തന്നിരിക്കുന്നു. ആ വാക്ക് തന്നെ പ്യൂരിഫൈ ചെയ്യും നമ്മുടെ ഉള്ളിൽ, അല്ലേ. അഭയം സർവഭൂതേഭ്യ ദതാമി ഏതത് വ്രതം മമ. ഭഗവാന്റെ കൂടെ വ്രതം എന്താണെന്ന് വെച്ചാൽ എല്ലാവരിലും അഭയം തരലാണ് ഭഗവാന്റെ കൂടെ വ്രതം. അപ്പോൾ അങ്ങനെയുള്ള അഭയത്തെ എനിക്ക് തരണമെങ്കിൽ ഞാൻ പ്രസന്റിലിരിക്കണം. പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞതാണ്, ഫ്യൂച്ചർ ഇനി നടക്കാൻ പോണതാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അജ്ഞാനം, ഇത് നടന്നു, എന്തോ ഉണ്ടോ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ദാറ്റ് സ്റ്റോറേജ് ഇറ്റ് സെൽഫ് മേക്സ് us sad. You have to delete that storage. And future itself is assumption. ഇങ്ങനെ നടക്കും. ഒരു ഇമാജിനറി പാസ്റ്റ് ആണ് ഫ്യൂച്ചർ. ഈ പാസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ വിലയിരുത്തും. ഇങ്ങനെ ആയപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ? വി ആർ നോട്ട് റെക്കഗ്നൈസിങ് ദി പ്രസന്റ്. ഇഫ് യു ടച്ച് ദി പ്രസന്റ് യു വിൽ ബി ഇൻ പ്രസന്റ്. ആ പ്രസന്റ് ഇറ്റ് സെൽഫ് ഇസ് പ്രസൻസ്. സന്നിധി ഹൃദയത്തിലിരിക്കണം. ആ സന്നിധിയാണ് ഗുരു കാണിച്ചു തന്നിട്ട് ഗുരു ആ സന്നിധിയിൽ വന്ന് ഇരിക്കണം. ഹൃദയപത്മത്തിൽ വന്ന് ഗുരു ഇരിക്കണം. അതുകൊണ്ട് യു ഹാവ് ടു റിവീൽ നൗ. ഇപ്പം തന്നെ കാണിച്ചു തരും എന്ന് പറയാണ്. വിരഹവേദനാം കഥമഹം സഹേ സന്നിധിം തവ ദർശയാശുമേ. ഇത് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം ആരംഭിച്ചു വയ്ക്കാം. സ്വീകൃതഃ ത്വയാ പ്രേമഭാവതഃ ഹൃദി നിവേശിതോപ്യസ്മി മാത്വജ.
ഇത് അക്ഷരമണമാലയായിട്ട് നമുക്ക് കണക്ട് ചെയ്താൽ ഇത് ഭഗവാന്റെ അടുത്ത് പറയണം, ഭഗവാനെ എൻ്റെ അല്ലെങ്കിൽ ഗുരു എൻ്റെ പ്രേമം, യു ഹാവ് ടു അക്സെപ്റ്റ് മൈ ലവ് ആൻഡ് യു ഹാവ് ടു ഡു ഓൾസോ ലവ് ടു മീ. എനിക്കും കൂടെ അങ്ങ് ആ പ്രേമത്തെ തരണം, എൻ്റെ പ്രേമത്തെ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു. എന്നെ വിടാതിരിക്കണം, ഞാൻ അങ്ങേയും വിടാതിരിക്കണം. ഹൃദിനിവേശിത, എൻ്റെ ഉള്ളിൽ കലർന്നു വന്ന് ഹൃദയത്തിലിരിക്കണം. ഇപ്പോൾ എന്നെ വിടാതിരിക്കണം. നോക്കൂ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ വന്ന് ഭഗവാൻ ഇരിക്കണോ അല്ലെങ്കിൽ ഗുരു ഇരിക്കണോ, ഈ ഗുരു എന്ത് ചെയ്യണം? എന്നെ വിട്ടു പോകാതിരിക്കണം. കാന്തം ഇരുമ്പ് പോൽ കവന്ത് എന്നെ വിടാമൽ കലന്ത് എന്നോടിരുപ്പായി അരുണാചല. കാന്തവും ഇരുമ്പും പോലെ കലർന്ന് എന്നെ വിടാതെ ഒന്ന് ചേർന്ന് ഐക്യപ്പെട്ടിരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അടുത്ത മന്ത്രം. തുടർന്ന് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേഥം രമണാഖ്യം അഹം അഹ ഹരി ഓം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല